വളരെ നന്നായിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടുക്കാച്ചി സംഗതികളാണ്. അപ്പോൾ മോക്ക് എങ്ങനെ ധൈര്യം വന്നത് എടുക്കാൻ? ഞാൻ ഈ പാട്ട് കിട്ടിയ സമയത്ത് ഒരു ട്രോമയിലാണ്. എങ്ങനെ ഞാനിവിടെ പാടും? അല്ല, കുറച്ച് സംഗതികളൊക്കെ നന്നായിട്ട് പാടി കേട്ടോ. കുറച്ച് സംഗതികളെ പാടി. പക്ഷെ അതിൻ്റെ ലാസ്റ്റിലൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്രേഡ് കൂടി വരും. അപ്പോൾ ആ സംഗതികളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പാടുമ്പോഴാണ് നമുക്ക് ഒരു ഫുൾനെസ് വരുന്നത്. പക്ഷേ ഒപ്പിച്ചു. പിന്നെ ആ തേന്മഴ, അത് തന്നെ, തേന്മഴയിലാണ് കൂടുതൽ സംഗതികൾ വരുന്നത്. പിന്നെ അനുരാഗ ഗാനം പോലെ അതൊന്ന് പാടാവോ? തഴുകുന്ന താഴമ്പൂ മണമിതു പറയാതെയോർത്തിടും പറയാതെയോർത്തിടും അനുരാഗഗാനം പോലെ. സവാഷ്, പാടിയപ്പോൾ പോയതാണ്, നന്നായിരുന്നു. അതുപോലത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ വലിയൊരു പരുക്കുകൾ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഈ സംഗതികളൊന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് വരും കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, ഗുഡ് ലക്ക്. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. ശരത് സർ. ശിവാനി, സാർ, ഉഗ്രൻ സെലക്ഷനടാ, അസാധ്യ പാട്ട്. ഓ, അപ്പൊ ഇതിൽ ഈ എന്താ പറയണ്ടേ, ഈ ചതിക്കുഴികൾ എന്ന് പറഞ്ഞ പോലെ കുറച്ച് കുഴി കുഴിച്ചിട്ടിട്ടുണ്ട് സ്ഥലത്ത്. ആരാണെങ്കിലും വീഴും അവിടെ. അപ്പൊ അതങ്ങോട്ട് ശിവാനിക്ക് അതങ്ങോട്ട് ആ സംഗതി പോർഷൻ മാത്രം അങ്ങോട്ട് ശരിക്ക് പാടാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല. അത് ഇന്നത്തെ ദിവസം ചിലപ്പം ശിവാനിക്ക് അത് തുണച്ച് കാണത്തില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് അതിൻ്റെ അനുപല്ലവിയിൽ പറയാതെ ഓർത്തിടും. ഈ അനുരാഗം അങ്ങനെ അല്ലായിരുന്നില്ലേ എൻ്റെ അനുരാഗം? പറയാതെ ഓർത്തിടും അനുരാഗഗാനം പോലെ. അതിപ്പോ ശരിയായല്ലോ. തരി നാന അനുരാഗഗാനം കേട്ടോ. അതായിരുന്നു സലിത ചെയ്തിരുന്നത്. പിന്നെ അവസാനത്തെ സംഗതി, അത് അന്തപ്പെട്ടാൽ അതിനൊരു ക്ലാരിറ്റി വേണം. അതൊന്ന് പാടാമോ കൃത്യമായിട്ട്? അതൊന്ന് ഇച്ചിരി സ്ലോ ആയിട്ട് പാടിയാലും മതി ശിവാനി, അത്ര പറക്കണ്ട. അതല്ല അത് ശരിയായി. എങ്ങനെയുണ്ടോ മോള്? അതാണ് കറക്റ്റ്. ഓൾമോസ്റ്റ് കാര്യം ഇങ്ങനെയുള്ള പാട്ടുകൾ എടുക്കും. അതിൽ പ്രധാനമായിട്ടുള്ള ഈ ഏരി ഇപ്പം കേൾക്കാനിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരാണെങ്കിലും കാതൽ തേൻ, പക്ഷെ ആ സംഗതി വരുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നവർ കുറെ പേര്. അത് പോയി, അത് ഞാൻ പറഞ്ഞില്ലേ, അത് പോയി. ചില ഏരിയ വരുമ്പോഴത്തേക്കും ഞെട്ടിപ്പോവും. അപ്പൊ എന്തെങ്കിലും ഈ പാട്ട് സെലക്ട് ചെയ്തോണ്ട് വന്നു ശിവാനി 123 മാർക്ക്. എനിക്ക് പ്രധാനമായിട്ട് തോന്നി ഈ ശ്വാസം അതൊന്ന് ശരിയാക്കണം. കാര്യം എവിടെ ഓരോ സ്ഥലത്ത് ബ്രത്തില്ലാതാവുന്നുണ്ട് അവസാനം വരുമ്പോഴത്തേക്ക്, അതും ശരിയാക്കണം കേട്ടോ. പാതിരാവനമില്ല, അതൊക്കെ ആ സംഗതിക്കൊക്കെ ഒരു കുറച്ചും കൂടെ സുഖമാവാം, ക്ലാരിറ്റി ആവാം. നമുക്കൊന്ന് പാടിയാലോ? അത് മോളെ ഈ വനമുല്ല അങ്ങനെ പറഞ്ഞങ്ങ് വിടല്ലേ, അതിനൊരു സുഖം. ഇതെന്താണ് ഇതിന്റെ ഈ പാട്ടിന്റെ ഒരു വികാരം? എന്താണ്? പ്രണയം. ഞാനാണ് കത്തി വെച്ച് കുത്തുന്നോണാണോ പ്രണയം? അപ്പൊ അതൊന്ന് പാതിരാവനമില്ല എന്ന് പറയുമ്പോ ഒരു സുഖം വേണ്ടേ? ഒരു ചെറിയ വിബ്രാട്ടോ കൊടുക്കാമോ അവിടെ? വനമുല്ല ഒരു സന്തോഷം വരട്ടെ. പ്രണയം എന്ന് പറഞ്ഞിട്ട് എന്തിനാ വെറുതെ പാടിക്കും? മതി. അതൊന്ന് സന്തോഷത്തോടെ പാടുക. വലിയ ചിരിച്ചല്ല കേട്ടോ, അതിനുള്ള സ്കോപ്പില്ല. പിന്നെ അഴിഞ്ഞു കിടന്നൊരു മടിയിൽ വെച്ച് അത് ആ ക്രോമാറ്റിക് ഒന്ന് സുഖം വരട്ടെ. മടിയിൽ വെച്ചു ഞാൻ അടിമുടി തിരഞ്ഞു മറന്നു തിരിഞ്ഞ വാട്ടോറ ശ്രുതി ചേരണം.